اللهم صل على سيدنا محمد الفاتح لما ولق الخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. അള്ളാഹുവിന്റെ പ്രവാചകർ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹു വല്ലാതെ പരിഗണിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മുടെ മനസ്സിൽ ഒരു ആശയം വന്നേക്കാം. എന്തുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ പൂർണ്ണമായ സ്നേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകാനുള്ള കാരണം എന്താണ്? ഇന്ന് ഞാൻ പ്രസംഗിച്ചു, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. അല്ലാഹു തആല കോടാനുകോടി ആളുകളെ സംവിധാനിച്ചിട്ട് അവരോട് മുഴുവൻ അള്ളാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സ്വലാത്ത് ചെല്ലാൻ വേണ്ടി അള്ളാഹു തആല പറയാം. പരിശുദ്ധ ഖുർആൻ വ്യക്തമായി തന്നെ പറയും. എന്താണ് അതിന് കാരണം? അള്ളാഹു സുബ്ഹാനഹു വ തആലാന്റെ ഒരു ലക്ഷ്യമുണ്ട്. അള്ളാഹുവിന്റെ അഹദിയ്യത്തിന് ലോകം മുഴുവൻ അറിയണം. അല്ല ഇലാഹാണ്. ആ ഇലാഹിൽ നിന്നുള്ളതായ അഹദിയ്യത്തിന്റെ പൊരുള് അത് പൂർണ്ണമായി ഹൃദയത്തിൽ ഏറ്റെടുക്കാൻ ഒരാൾ വേണം. അഹദിയ്യത്തിന്റെ പൊരുളുണ്ടല്ലോ, അത് പൂർണ്ണമായി ഏറ്റെടുക്കാൻ കഴിവുള്ള ഹിമ്മത്തുള്ള ഒരാൾ വേണം. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹു തആല അഷ്റഫുൽ ഖൽഖാക്കി. അന അക്രമുൽ അവ്വലീന വൽ ആഖിരീൻ. ലോകത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെയുള്ള ആളുകളിൽ വെച്ച് ഏറ്റവും വലിയ ബഹുമാനി അത് അള്ളാഹുവിന്റെ പ്രവാചകർ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അപ്പൊ അള്ളാഹുവിന്റെ അഹദിയ്യത്ത് അഹ്മദാകുന്ന ആത്മാവിലൂടെ അള്ളാഹുവിന്റെ പ്രവാചകർ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പൂർണ്ണമായി അത് ഏറ്റെടുത്തു. അതുകൊണ്ടാണ് അള്ളാഹിന്റെ റസൂൽ അഷ്റഫുൽ ഖൽഖായത്. ഇന്നാ അർസൽനാക ഷാഹിദൻ വ മുബശ്ശിറൻ വ നദീറ. ഷാഹിദ് എന്ന് പറഞ്ഞാൽ സത്യസാക്ഷ്യം. സത്യസാക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നൂറിനെയാണ് അള്ളാഹു തആല ആദ്യമായി ഈജാദ് ചെയ്തത്, ഖൽഖ് ചെയ്തത്. അതിനുശേഷമാണല്ലോ ലോകത്തുള്ള എല്ലാം പടക്കുന്നത്. ആകാശങ്ങളാവട്ടെ, ഭൂമികളാവട്ടെ, ചന്ദ്രനാവട്ടെ, നക്ഷത്രങ്ങളാവട്ടെ, മറ്റു പരകോടി ഗോളങ്ങളാവട്ടെ, ഏത് സാധനത്തിനെയും അള്ളാഹു തആല സംവിധാനിക്കുന്നത് ആർക്ക് ശേഷമാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറ് പടച്ചതിന് ശേഷം. അപ്പൊ ഈ ലോകം ഉണ്ടാക്കുമ്പോ അവിടെ ആരുണ്ട്? അള്ളാന്റെ റസൂലുണ്ട്. നക്ഷത്രങ്ങളും ചന്ദ്രനെയും അതുപോലെ തന്നെ സൂര്യനെയും മറ്റു ബിഹാറുകളെയും സമുദ്രങ്ങളെയും എല്ലാത്തിനെയും സംവിധാനിക്കുമ്പോ ആരവിടെ ഹാജറാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നൂറ് അവിടെ ഉണ്ട്. കാരണം അവ്വലു മാ ഖലഖല്ലാഹു നൂരി, ആദ്യമായി അള്ളാഹു തആല പടച്ചത് എന്റെ പ്രകാശത്തിനെയാണ്. ആ പ്രകാശം എല്ലാത്തിനും സാക്ഷിയാണ്. ഷാഹിദൻ, നമ്മളെ സംവിധാനിക്കുമ്പോ, നമ്മുടെ റൂഹിനെ പടക്കുമ്പോ, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഈസാ നബി അലൈഹി സ്വലാം വരെയുള്ള എല്ലാ പ്രവാചകന്മാരും എവിടെ കാത്തുന്നു? അള്ളാന്റെ റസൂലിനെ മസ്ജിദുൽ അഖ്സയിൽ കാത്തുന്നു. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി അല്ലെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാത്തുന്നു അല്ലെ. എല്ലാവരുടെയും ഇടയിലൂടെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്നിട്ട് അവർക്കൊക്കെ അള്ളാന്റെ റസൂൽ ഇമാമായി നിസ്കരിച്ചു. കാരണം എന്താ? ഇവരുടെയൊക്കെ ജീവിത സാക്ഷിയാണ് ആര്? ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ.
നമ്മളൊക്കെ സ്വാഭാവികമായി പറയാറുണ്ട്, അള്ളാന്റെ റസൂലിനെ അള്ളാഹുവിനെ കാണാൻ വേണ്ടി ബുറാഖി എന്ന് പറയുന്ന ഒരു മൃഗത്തിനെ കൊണ്ടുവന്ന് റസൂലുള്ളാനെ അതിന്റെ പുറത്ത് കയറ്റി ഡ്രൈവറായി സയ്യിദുനാ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഉണ്ടായിരുന്നു എന്നൊക്കെ അല്ലെ. എന്നിട്ട് 7 ആകാശങ്ങൾ അള്ളാന്റെ റസൂല് കണ്ടു, സ്വർഗം കണ്ടു, നരകം കണ്ടു, എല്ലാം അള്ളാഹുവിന്റെ പ്രവാചകർ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടു എന്ന് നമ്മൾ പറയലില്ലേ അല്ലേ? ബഹുമാനപ്പെട്ട ബാബാ സർമദ് പറയുന്നു, അങ്ങനെയല്ല പറയേണ്ടത്. കാരണം 7 ആകാശങ്ങള് റസൂലുള്ളാന്റെ നൂറ് കൊണ്ട് പടച്ചതാ, മലായിക്കത്തിലെ റസൂലുള്ളാന്റെ നൂറ് കൊണ്ട് പടച്ചതാ, എല്ലാം റസൂലുള്ളാന്റെ നൂറാണ്. അതുണ്ടാക്കുന്ന സമയത്ത് അള്ളാന്റെ റസൂൽ അത് സാക്ഷിയാണ്. തന്നിൽ നിന്ന് സംവിധാനിച്ച സകല വസ്തുക്കളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങോട്ട് പോയി കണ്ടു എന്നല്ല പറയേണ്ടത്. അവരൊക്കെ ഞങ്ങൾ ഏതൊരു വസ്തുവിൽ നിന്നാണ് ഉണ്ടായത് അതിനെ കാണാൻ വേണ്ടി അവരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വരവേൽക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നു എന്ന് പറയണമെന്ന് ബഹുമാനപ്പെട്ട ബാബാ സർമദ് പറയുന്നുണ്ട്. ഓരോ ആളുകളും റസൂലുള്ളാഹിനെ വർണ്ണിക്കുന്നത് ആ ഹഖീഖത്ത് ഹൃദയം കൊണ്ട് അറിഞ്ഞിട്ടാണ്. ആ ഹഖീഖത്ത് ഹൃദയം കൊണ്ട് അറിഞ്ഞിട്ടാ. ഞമ്മക്കതിന്റെ ആ ഒരു പൊരുളിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ റബീഉൽ അവ്വലിന് മാത്രം സ്വലാത്ത് ചെല്ലുന്ന, അല്ലെങ്കിൽ റബീഉൽ അവ്വലിന് മാത്രം മദ്ഹ് ചെല്ലുന്ന ആളായി നമ്മൾ മാറിയത് അതിന്റെ പേരില്ല. റസൂലുള്ളാഹിന്റെ ഹഖീഖത്ത് നമുക്ക് എന്ത് ചെയ്തിട്ടില്ല, തിരിഞ്ഞിട്ടില്ല. റസൂലുള്ളാഹിന്റെ ഹഖീഖത്ത് നമുക്ക് തിരിഞ്ഞാല് നമുക്ക് അള്ളാഹുവിന് തിരിയും. അപ്പൊ അള്ളാഹു എന്ന് പറയുന്ന ആ പ്രതിഭാസത്തെ താങ്ങാൻ പറ്റുന്ന ഒരു ഹിമ്മത്തുള്ള കൽബ് ആരുടേതാണ്? ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി. ആ കൽബിൽ നിന്നാണ് ലോകത്തേക്ക് മുഴുവൻ അഹദിയത്ത് എന്ത് ചെയ്ത് ആ പൊരുള് ലോകത്ത് മൊത്തം വ്യാപിച്ചത് റസൂലുള്ളാഹിന്റെ ഹൃദയത്തിൽ നിന്നാണ്, റസൂലുള്ളാഹിന്റെ കൽബിൽ നിന്നാണ്. അതിന് സാധാരണ ഒരു വ്യക്തിക്ക് സാധ്യമല്ല. ഞാൻ ഇപ്പൊ ഇന്ന് വെള്ളിയാഴ്ച പള്ളിയിൽ ഒരു ഉദാഹരണം പറഞ്ഞില്ലേ അല്ലെ? ബഹുമാനപ്പെട്ട സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, കഅബാലയത്തിന് ആദ്യം സഖഫ് തട്ടുണ്ടായിരുന്നില്ല. മഴ പൂർണ്ണമായിട്ട് അതിന്റെ ഉള്ളിൽ കൊള്ളുന്ന അവസ്ഥയായിരുന്നു എന്തുണ്ടായിരുന്നു, കഅബാലയം ഉണ്ടായിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്താണ് കഅബാലയത്തിന് സഖഫ് തട്ടുണ്ടാക്കുന്നത്. തട്ടുണ്ടാക്കുമ്പോൾ സ്വാഭാവികമായി വെള്ളം അവിടെ നിൽക്കും. ആ വെള്ളം ഒഴുകണം. ആ വെള്ളം ഒഴുകാൻ ഒരു പാത്തി അവിടെ പുറത്തേക്കുള്ള ഒരു പാത്തി വേണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ പാത്തി സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് അള്ളാന്റെ റസൂൽ പറഞ്ഞു, നീ എന്റെ പുറത്ത് കയറിയിട്ട് ആ പാത്തി അവിടെ ക്ലിയർ ആക്കി വെക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, ഞാൻ നിങ്ങളെ പുറത്ത് കയറിയിട്ട് പാത്തി വെക്കേ, നിങ്ങൾ എന്റെ പുറത്ത് കയറി നബിയെ എന്ന് പറഞ്ഞു. ആ സമയത്ത് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സ്നേഹത്തോടുകൂടെ പറഞ്ഞു, ഉമറെ, എന്നെ നിനക്ക് താങ്ങൂല. അത് അഹദീയത്തിന്റെ ഏറ്റവും വലിയ ഗോഡൗൺ ആണ്. അത് താങ്ങാൻ ഒരാൾക്കും കഴിയില്ല, ലോകത്തൊരു ശക്തിക്കും അത് താങ്ങാനുള്ള കഴിവില്ല. അതുകൊണ്ട് എന്നെ താങ്ങാൻ നിനക്ക് കഴിയില്ല ഉമറെ എന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി. മറ്റൊരു വേള സയ്യിദുന അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു മറ്റൊരു സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചുമക്കാൻ വേണ്ടി അലി റളിയല്ലാഹു അൻഹു തയ്യാറായി. ആരാ അലി റളിയല്ലാഹു അൻഹു? ഹൃദയത്തിന്റെ ഹിമ്മത്ത് കൊണ്ട്, മഅരിഫത്തിന്റെ ശക്തി കൊണ്ട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞിരുന്നു, ഭൂമിക്കൊരു വട്ടക്കണ്ണുണ്ടെങ്കിൽ ഞാനത് പിടിച്ചു കുലുക്കുമെന്ന് പറഞ്ഞ ആളാണ് സയ്യിദുന അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. പക്ഷെ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ താങ്ങാൻ കഴിഞ്ഞില്ല. അതെന്താണ്? അതൊരനശ്വരമായ ഒരു പ്രണയത്തിന്റെ ഒരു ഭൂഗോളമാണ്. അതിനെ താങ്ങാൻ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല. അപ്പൊ നമ്മൾ റസൂലുള്ളാഹിന്റെ ഹഖീഖത്ത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ആ സ്നേഹം വരാത്തത്. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് എന്താന്ന് അറിഞ്ഞാലേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ആ സ്വലാത്ത് ചെല്ലാൻ റാഹത്ത് ഉണ്ടാവുള്ളൂ. ബഹുമാനപ്പെട്ട സ്വലാഹുദ്ദീൻ തങ്ങൾ പറയുന്നത്, റസൂലുള്ള എന്ന് പറയുന്നത് ഈ ലോകത്തിന്റെ ഉറവിടവും ഈ ലോകത്തിന്റെ തൂണുമാണ്. ഈ ലോകത്തിന്റെ ഉറവിടവും ഈ ലോകത്തിന്റെ തൂണും ആരാണ്? അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആവാഹിക്കാൻ, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറച്ചെങ്കിലും നിങ്ങൾക്ക് സ്നേഹിക്കാൻ പറ്റണമെങ്കിൽ ചുരുങ്ങിയത് നിങ്ങൾ 2000 സ്വലാത്തെങ്കിലും ചെല്ലണം എന്ന് പറഞ്ഞു.
കാരണം എന്നാലേ ഡയറക്റ്റ് ആയിട്ട് എന്ത് ഉണ്ടാവുള്ളൂ, റസൂലുള്ളയുമായിട്ടുള്ള ബന്ധം ഉണ്ടാവുള്ളൂ. എന്നാൽ ഒറ്റ സ്വലാത്ത് കൊണ്ട് മദീന തുറക്കുന്ന മഹാന്മാരുണ്ട്. അതെന്താണ്? ആ ഹഖീഖത്ത് മുഹമ്മദീയത്തിന്റെ പൊരുൾ ഹൃദയം കൊണ്ട് ഏറ്റുവാങ്ങിയ ആൾക്കാരാണ്. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി. ആ റസൂലുള്ളയായി നമ്മൾ മാറണം. നമ്മളിലൊക്കെ അള്ളാഹുവിന്റെ റസൂലുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞില്ലേ, മാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വ അൻത ഫീഹിം. നബിയെ, നിങ്ങളെ സമൂഹത്തിന് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യൂല, ശിക്ഷിക്കൂല നബിയെ. വ അൻത ഫീഹിം, നബിയെ നിങ്ങൾ അവരിലാണ്. അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മിലുണ്ട്. ആ ചെറിയ ഒരു പ്രകാശത്തും വന്ന് കത്തിച്ച് 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 ആ ഹഖീഖത്ത് മുഹമ്മദീയത്തിനെ മുഴുവൻ നമ്മുടെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങുമ്പോഴാണ് ബഹുമാനപ്പെട്ട ആര് പറഞ്ഞത്, സയ്യിദി ജലാലുദ്ദീൻ റൂമി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാൽപാദത്തിനടിയിലെ ഒരു മണൽ തരിയെങ്കിലും സാധുവായ ജലാലുദ്ദീൻ ആയിരുന്നെങ്കിൽ എന്ന് ആഷിഖുള്ള എന്ന് ആദ്യമായി പേര് പറഞ്ഞ ജലാലുദ്ദീൻ റൂമി പറഞ്ഞുവെങ്കിൽ നമ്മൾ റസൂലുള്ളാഹിനെ നമുക്ക് എന്ത് ചെയ്തിട്ടില്ല, ഹഖീഖത്ത് നിലക്ക് മനസ്സിലായിട്ടില്ല. അള്ളാന്റെ റസൂല് പറഞ്ഞു, മൻ റആനി, ആരെങ്കിലും എന്നെ കണ്ടാൽ ഫഖദ് റഅൽ ഹഖ്, ഓന് ഹഖിനെ കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആരെങ്കിലും കണ്ടാൽ ഓൻ എന്ത് ചെയ്തു, ഹഖിനെ കണ്ടു. ഇങ്ങനെ ഒരു ഉദാഹരണം പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനാമിലെങ്കിലും കാണണമെന്നാണ് ബഹുമാനപ്പെട്ട അല്ലാമ സുയൂത്തി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് അൽ ഹാവിൽ അൽ ഫതാവി എന്ന് പറയുന്ന കിതാബിൽ പറയുന്നുണ്ട്. അതിൽ കാണാം, മൻ റഅൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ മനാം, ആരെങ്കിലും ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉറക്കിൽ കണ്ടാൽ ഫലഹു ഹുസ്നുൽ ഖാതിമ, അവന്റെ അവസാനം നന്നായി, മരണസമയം എന്ത് ചെയ്തു, നന്നായി. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്നാക്കി തരട്ടെ. മാത്രമല്ല വശഫാഅതുഹു വലഹുൽ ജന്ന, അവനക്ക് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശഫാഅത്ത് ഉണ്ട്, അവനക്ക് സ്വർഗ്ഗമുണ്ട്. വയഗ്ഫിറുല്ലാഹ ലഹു വലി അബവൈഹി, അവനക്ക് അല്ലാഹു തആല പുറത്തു കൊടുക്കും, അവന്റെ മാതാപിതാക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും. എപ്പോ? ഇൻകാന മുസ്ലിമീനി, അവർ രണ്ടാളും മുസ്ലിമീങ്ങളാണെങ്കിൽ അവരുടെ മാതാപിതാക്കൾക്ക് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും. മനസ്സിലാവുണ്ടോ എത്രത്തോളം? വയുഹവ്വിനു അലൈഹി സക്കറാത്തുൽ മൗത്ത്, വയുഹവ്വിനു അലൈഹി സക്കറാത്തുൽ മൗത്ത്, മരണത്തിന്റെ വേദന പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനാമിൽ കണ്ട ആൾക്ക് അല്ലാഹു ലഘൂകരിച്ചു കൊടുക്കുന്ന. മാത്രമല്ല വയുർഫഉ അൻഹു, അവനെ തൊട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തപ്പെടും. അദാബുൽ ഖബർ, ഖബറിന്റെ അദാബിനെ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തും. മാത്രമല്ല ഖിയാമത്ത് നാളിന്റെ ബേജാറിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തും. മാത്രമല്ല ദുനിയാവിലും ആഖിറത്തിലും അവനക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല വീട്ടി കൊടുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ യഥാർത്ഥത്തിൽ മനാമിൽ ഒന്ന് കണ്ടാൽ മതി. ആരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനാമിൽ കണ്ടാൽ ഫസയറാനി ഫിൽ യഖ്ള, യഖ്ളത്തിലും അവനക്ക് കാണാം, എന്നെ കാണാൻ കഴിയുമെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാം. അപ്പൊ ആ റസൂലുള്ളാഹിനെ ഉണർവിൽ കാണുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തണം. റസൂലുള്ളാഹിനെ ഉണർവിൽ കാണുന്ന പറഞ്ഞാൽ റസൂലുള്ള നമ്മളിലുണ്ട്. പക്ഷെ നമ്മൾക്ക് വെളിവാകണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ആ നമ്മളിലൊരു മുസ്തഫ വേണം, നമ്മളിലൊരു മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി. അത് പുറത്തുനിന്ന് കൊണ്ടുവരുന്ന വേണ്ട, നമ്മളിൽ തന്നെ ആ നൂറാനിയത്തുണ്ട്. അത് ശരിക്കും വെളിവാകണമെങ്കിൽ എന്ത് വേണം? പ്രകടമാകണമെങ്കിൽ എന്ത് വേണം? നമ്മളൊരു മുസ്തഫയായി മാറണം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് മനസ്സിലാവുണ്ടോ? നമ്മളിൽ എന്തുണ്ടാവണം? ഹഖീഖത്ത് മുഹമ്മദിയത്ത് ഉണ്ടാവണം. എങ്കിലേ റസൂലുള്ള നമ്മളിൽ എന്ത് ചെയ്യുള്ളൂ? പ്രത്യക്ഷമാവുള്ളൂ. തിജാനി ത്വരീഖത്തിന്റെ ഷെയ്ഖുൽ അക്ബർ എന്ന് പറഞ്ഞാൽ തിജാനി ത്വരീഖത്തിന്റെ ഫതഹുൽ അക്ബർ എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിന്റെ പ്രവാചകർ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉണർവിൽ കാണലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉണർവിൽ കാണലാണ് തിജാനി ത്വരീഖത്തിന്റെ ഏറ്റവും വലിയ ഫതഹുൽ അക്ബർ എന്ന് പറഞ്ഞാൽ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഒറ്റ കാര്യം കൂടി പറയാണ്. ബഹുമാനപ്പെട്ട സയ്യിദി അബുൽ അബ്ബാസ് അൽ മുർസി റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരിക്കൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് ശിഷ്യന്മാരുണ്ട്. പുറത്തുനിന്ന് വന്ന അദ്ദേഹത്തെ കാണാൻ വന്ന ആളുകളുമുണ്ട്. അതിലൊരാൾ പറഞ്ഞു അബുൽ അബ്ബാസ് അൽ മുർസി തങ്ങളോട്, നിങ്ങൾ ഒരുപാട് മഹാന്മാരെ കൈപിടിച്ച കൈയാണല്ലോ നിങ്ങൾ, ഒരുപാട് മഹാന്മാരെ കണ്ടവരാണല്ലോ നിങ്ങൾ എന്ന് ബഹുമാനപ്പെട്ട അബുൽ അബ്ബാസ് അൽ മുർസി തങ്ങളോട് പറഞ്ഞപ്പോ
മഹാൻ പറഞ്ഞു, ഞാൻ ഈയിടെയായിട്ട് എന്റെ കൈ ഞാൻ എന്ത് ചെയ്യലില്ല, ആർക്കും കൊടുക്കലില്ല. ഇത് ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി തങ്ങള് അൽ ഹാബിൽ ഫത്താവി എന്ന് പറയുന്ന കിതാബിൽ പറയുന്നുണ്ട്. ഞാൻ ഈയിടെയായിട്ട് എന്റെ കൈ ആർക്കും കൊടുക്കലില്ല. കാരണം എന്താ? ഞാൻ അള്ളാഹുവിന്റെ പ്രവാചകർ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എന്റെ കൈ യഖ്ലത്തൻ ഞാൻ കൊടുത്തു. അതിനുശേഷം ആ കൈ ഞാൻ പിന്നെ ഒരാൾക്കും എന്ത് ചെയ്യലില്ല, കൊടുക്കലില്ല. റസൂലുള്ളാന്റെ സഹാബി ദ്വാർന്നിട്ടുണ്ട്, പടച്ച റബ്ബേ, മകൻ വന്നിട്ട് വാപ്പാനോട് പറഞ്ഞു, ഉപ്പാ അള്ളാന്റെ റസൂൽ വഫാത്തായിട്ടുണ്ട് എന്ന് മകൻ വാപ്പാനോട് വന്ന് പറഞ്ഞപ്പോ അപ്പൊ തന്നെ ദ്വാർന്നു, പടച്ച റബ്ബേ, എന്റെ ഹബീബിനെ കണ്ട കണ്ണാണ് എന്റെ കണ്ണ്, ആ കണ്ണുകൊണ്ട് എനിക്ക് വേറെ ദുനിയാവിൽ ഒന്നും കാണണ്ട അള്ളാഹുവേ, എത്രയും പെട്ടെന്ന് എന്റെ കാഴ്ച നീ തിരിച്ചെടുക്കണേ അള്ളാ എന്ന് ഒരു സഹാബി ദ്വാർന്നു. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബി. അതോടുകൂടെ അദ്ദേഹത്തിന്റെ 2 കണ്ണിന്റെയും കാഴ്ച നഷ്ടപ്പെട്ടു എന്ന് താരീഖിന്റെ കിതാബുകൾ നോക്കിയാൽ കാണാൻ കഴിയും. അത് റസൂലുള്ള എന്താന്ന് അറിഞ്ഞു ഇല്ലേ? റസൂലുള്ളാഹിനെ കുറച്ച് ആൾക്കാർ വന്നിട്ട് യാ മുഹമ്മദ് എന്ന് ഉറക്കെ വിളിച്ചപ്പോ പരിശുദ്ധ ഖുർആൻ ആയത്തിറക്കൽ, ഇന്നല്ലദീന യുനാദൂനക മിൻ വറാഇൽ ഹുജറാത്ത് അക്സറുഹും ലാ യഖിലൂൻ. റസൂലുള്ളാഹിനെ വന്നിട്ട് ഉറക്കെ വിളിച്ചപ്പോ അല്ലാഹു തആല ഖുർആൻ ആയത്തിറക്കി, ഇന്നല്ലദീന യുനാദൂനക മിൻ വറാഇൽ ഹുജറാത്ത് അക്സറുഹും ലാ യഖിലൂൻ. നബിയെ, നിങ്ങളെ വീടിന്റെ പുറത്ത് വന്നിട്ട് കുറെ ആൾക്കാർ നിങ്ങളെ വിളിക്കുന്നുണ്ട്. അക്സറുഹും ലാ യഖിലൂൻ, അധിക ആൾക്കാർക്കും ബുദ്ധിയില്ല നബിയെ, നിങ്ങൾ അങ്ങനെ വിളിക്കാൻ പറ്റൂല എന്ന് എനിക്കറിയില്ല. പരിശുദ്ധ ഖുർആനില് 2 സ്ഥലത്ത് അമലുകൾ പൊളിഞ്ഞു പോകും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ശിർക്ക് ചെയ്തു കഴിഞ്ഞാൽ അമല് പൊളിഞ്ഞു പോകും അല്ലെ? ശിർക്ക് ചെയ്തു കഴിഞ്ഞാൽ അമല് പൊളി. 2, ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി അൻ തഹ്ബത അഅമാലുകും. പരിശുദ്ധ ഖുർആനാണ്. ലാ തർഫഉ അസ്വാതകും, നിങ്ങളെ ശബ്ദം നിങ്ങൾ ഉയർത്താൻ പാടില്ല. ഫൗക സൗത്തിൻ നബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശബ്ദത്തിനേക്കാൾ അങ്ങനെ ഉയർത്തിയാൽ അൻ തഹ്ബത അഅമാലുകും, നിങ്ങളുടെ അമലുകൾ എന്ത് ചെയ്യും? പൊളിഞ്ഞു പോകും. സ്വഹാബത്ത് വല്ലാതെ സൂക്ഷിച്ചിരുന്നു. നമ്മൾ ബഹുമാനപ്പെട്ട മാലിക് ഇമാം 40 കൊല്ലം മദീനയിൽ നിന്ന ആളാണ്. ഒരൊറ്റ പ്രാവശ്യം ചെരുപ്പിട്ടിട്ടില്ല. വെറുതെ ചെരുപ്പിടാത്ത, ഒറ്റ പ്രാവശ്യം മദീനയിൽ കൂടെ വാഹനത്തിൽ സഞ്ചരിച്ചിട്ടില്ല. അള്ളാന്റെ റസൂല് എന്താന്ന് പോലും മനസ്സിലാക്കി. പിന്നെ എങ്ങനെ പോലും കാലുമ ചെരുപ്പിടും? എങ്ങനെ പോലും മദീനയിൽ കാലുമ ചെരുപ്പിട്ട് പോകും? എങ്ങനെ വാഹനപ്പുറത്ത് കയറും? ഒരിക്കൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ റൗളയിലേക്ക് ഇങ്ങനെ കടന്നു വരികയാണ്. ആ സമയത്തിന്റെ പുറത്ത് 2 ആൾക്കാർ ഭയങ്കര ശബ്ദത്തിൽ സംസാരിക്കുക. ഉമർ ബിൻ ഖത്താബ് തങ്ങൾ ചോദിച്ചു, നിങ്ങൾ എവിടുത്തേരാന്ന് ചോദിച്ചു. മന്നൻതുമാ, നിങ്ങൾ 2 ആൾ എവിടുത്തേരാന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾ ത്വായിഫുകാരാണ് പറഞ്ഞു. നിങ്ങളെങ്ങാനും മദീനക്കാരായിരുന്നെങ്കിൽ എന്റെ ഈ വാള് കൊണ്ട് ഞാൻ നിങ്ങളെ എന്ത് ചെയ്യുമായിരുന്നു? ശരിയാക്കുമായിരുന്നു. ഇത് റസൂലുള്ളാഹിന്റെ റൗള നിങ്ങൾക്ക് അറിയില്ലേ? ഇവിടെ ഉറക്കെ സംസാരിക്കാൻ പാടില്ല എന്നറിയില്ലേ? നിങ്ങൾ ഖുർആൻ പഠിച്ചിട്ടില്ലേ എന്ന് ചോദിച്ചു. ആര്? സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു. ഇപ്പൊ റസൂലുള്ള എന്ന് പറയുന്നത് നമ്മൾ എത്രമാത്രം അടുക്കുന്നുവോ അത്രമാത്രം അകന്നു പോകുന്ന ഏറ്റവും ഉന്നതമായ മഹബത്തിന്റെ അങ്ങേയറ്റമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരോ, ലാസ്റ്റ് എനിക്ക് പറയാനുള്ളത്, ഒരു ആത്മീയമായ ജ്ഞാനമുണ്ടായി ഒരു മുരീദ് ഷെയ്ഖിൽ പൂർണ്ണമായി സമർപ്പിക്കുമ്പോൾ, ആത്മീയമായ ജ്ഞാനമുണ്ടായി ഒരാള് പൂർണ്ണമായി ഷെയ്ഖിൽ സമർപ്പിക്കുമ്പോൾ അതിനാണ് ഫനാഫി ഷെയ്ഖ് എന്ന് പറയാം. ഷെയ്ഖിൽ അങ്ങ് ഫന ആയി കഴിഞ്ഞാൽ ഷെയ്ഖിന്റെ ആത്മാവിലൂടെ അവൻ കാണുന്നത് അഹ്മദീയത്തിന്റെ പൊരുളാണ്. അതങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നതാണ് അവന് കാണുക. ആ അഹ്മദീയത്തിന്റെ പൊരുൾ ഒരു ശിഷ്യൻ അവന്റെ ഷെയ്ഖിന്റെ ഹൃദയത്തിൽ ഇങ്ങനെ കാണുമാര് അഹ്മദീയത്ത് ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നത്. പിന്നെ ആ ശിഷ്യന് അല്ലെങ്കിൽ ആ മുരീദിന് ഒരിക്കലും മാറി നിൽക്കാൻ കഴിയില്ല. പൂർണ്ണമായി ആ ഹഖീഖത്ത് അഹ്മദീയത്തിന് ഇങ്ങോട്ട് എന്ത് ചെയ്യും? ഇങ്ങോട്ട് പുണരും. ആ ഹഖീഖത്ത് അഹ്മദീയത്തിനെ പുണർന്നിട്ട് അവന്റെ കണ്ണങ്ങ് തുറക്കുമ്പോ, അങ്ങനെ ആ ഹഖീഖത്ത് മുഹമ്മദീയത്തിനെ പുണർന്നാൽ അവൻ ഫനാഫി റസൂലില്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ ഫനാ ആയി. ആ ഫനാവും കൂടി കഴിഞ്ഞ് അവന്റെ ഹൃദയത്തിന്റെ കണ്ണു തുറക്കുമ്പോ ഏറ്റവും ഉന്നതമായ ഒരു വല്ലാത്തൊരു മഹബത്തിന്റെ വീതി അവനക്ക് കാണും. എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയും ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഖാബ ഖൗസൈനിയോ അദ്നാ, അമ്പുവില്ലിനോട് അടുത്തതുപോലെ അഹ്മദും മഹദും ഒന്നായ രംഗം കൂടി അവന് കാണുമ്പോ ഫനാ ഫില്ലാ എന്ന് പറയുന്ന ഏറ്റവും ഉന്നതമായ മക്കാവിൽ അവർക്ക് എത്തുകയാണ്.
അതൊരു മുരീദിന് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.